നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഒന്നോ രണ്ടോ അല്ല, 51 പരാജയങ്ങൾക്ക് ശേഷം നേടിയ ഒരു വിജയത്തിന്റെ കഥ കേൾക്കാൻ തയ്യാറാണോ? തോറ്റുപോയെന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ പോലും വീണ്ടും എഴുന്നേൽക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു കഥ. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിയർ. 2003 ഹെൽസിംഗി യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി വിദ്യാർത്ഥികളായ നിക്ലാസ് ഹെഡ്, ജാർണോ വെക്കിമിനർ, കിം ഡിക്കേർട്ട് എന്നിവർ ചേർന്ന് റോവിയോ എന്റർടൈൻമെന്റ് എന്ന ഗെയിം ഡെവലപ്മെന്റ് കമ്പനി സ്ഥാപിച്ചു. ഫിൻലാൻഡ് ആണ് ഈ കമ്പനിയുടെ ആസ്ഥാനം. അവർ നിർമ്മിച്ച 51 ഗെയിമുകൾ പരാജയപ്പെട്ടു. കമ്പനി പാപ്പരത്വത്തിന്റെ അടുത്തെത്തി. എങ്കിലും അവർ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. 52ാമത് ഒരു ഗെയിം കൂടി അവർ നിർമ്മിച്ചു. അങ്ങനെ 2009 ആംഗ്രി ബേർഡ് എന്ന മൊബൈൽ ഗെയിം പുറത്തിറങ്ങി. ലോകമെമ്പാടുമുള്ള വിജയത്തിലേക്കുള്ള കവാടമായി ആംഗ്രി ബേർഡ് മാറി. ആംഗ്രി ബേർഡ് തീമാക്കിയ വസ്ത്രങ്ങൾ, മറ്റനേകം ഉൽപ്പന്നങ്ങൾ ലോകവിപണി കീഴടക്കി. 2013 ആംഗ്രി ബേർഡിന്റെ വരുമാനത്തിന്റെ 50% ഇത്തരം നോൺ ഗെയിം വിൽപ്പനയിൽ നിന്നാണ് ലഭിച്ചത്. 2016 ആംഗ്രി ബേർഡ് മൂവി പുറത്തിറങ്ങി. ഇതിന്റെ സ്വീകാര്യതയുടെ അടിസ്ഥാനത്തിൽ 2019 ആംഗ്രി ബേർഡ് മൂവി 2 പുറത്തിറങ്ങി. ആരും കരുത്തരായി ജനിക്കുന്നില്ല. വെല്ലുവിളികളാണ് ഓരോ മനുഷ്യനെയും വളർത്തുന്നത്. എല്ലാം കൈവിട്ടു പോയെന്ന് തോന്നിയാലും തോറ്റെന്ന് കരുതരുത്. അവിടെ നിന്നും തുടങ്ങണം. കാരണം പൂജ്യങ്ങളില്ലാതെ ഇന്നേ വരെ ഒരു 1000-ഉം കോടിയും ഉണ്ടായിട്ടില്ല. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിയർ.